നമസ്കാരം. തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു തുടങ്ങി. UDFിൻ്റെ 55 സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പ്രഖ്യാപനം വന്നതോടുകൂടി 55 നിയോജക മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതകൾ ഉയരുകയും അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് തോന്നുന്ന പാലക്കാട്ടേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. പാലക്കാട് പലതരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യമേറിയ ഒരു നിയോജകമണ്ഡലം മാറുകയാണ്. പാലക്കാട് വളരെ ശക്തമായിട്ടുള്ള BJP സാന്നിധ്യമുണ്ട് എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് BJPയുടെ കൈകളിൽ തന്നെയാണ് ഇപ്പോഴും. അടിസ്ഥാന വോട്ട് വളരെ നല്ല രീതിയിൽ ഉള്ള ഒരു നിയോജകമണ്ഡലമാണ് എങ്കിൽ പോലും ഇതുവരെ BJPക്ക് പാലക്കാട് വിജയിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചിത്രം വളരെ വിചിത്രമായ രീതിയിൽ മുന്നിലെത്തുന്നു. ഒന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ വലിയ ഒരു വാരിക്കുഴിയായിട്ട് പാലക്കാട് മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതിൻ്റെ തുടക്കം അത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നിലവിലുള്ള MLAയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കേന്ദ്രീകരിച്ച അങ്ങനെ പ്രശ്നവൽകൃതമാണ് അത് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അത് വലിയ വെല്ലുവിളിയായി ഏറ്റെടുക്കേണ്ട ഒരു രാഷ്ട്രീയ നിയോജക മണ്ഡലമാണ്. പക്ഷേ അവിടെ കോൺഗ്രസ് ആ രാഷ്ട്രീയ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് പകരം അവിടെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവെക്കാനാണ് ശ്രമിച്ചത്. രാഷ്ട്രീയമായ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടത് ഒരിക്കലും ഒരു പോപ്പുലർ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ സെലിബ്രിറ്റി നിന്നതുകൊണ്ട് ജയിക്കുന്ന സ്ഥലമല്ല കേരളം എന്നുള്ളത്. അപ്പോൾ ഈ രാഷ്ട്രീയ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റാത്തതിൻ്റെ ഫലമായിട്ട് അവരവിടെ രമേഷ് പിഷാരടിയെ മത്സരിപ്പിക്കുകയാണ് ചെയ്തത്. രമേഷ് പിഷാരടി മറ്റ് ചില നിയോജകമണ്ഡലങ്ങളിൽ ഇതിനേക്കാളൊക്കെ നല്ല രീതിയിൽ ശോഭിക്കാനും വിജയിക്കാനും സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റാണ്. അദ്ദേഹം നല്ല കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ ബോധ്യത്തോട് സംസാരിക്കാനായിട്ട് കഴിയുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഫീൽഡിലുള്ള ഒരാളല്ല എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പലതരത്തിലുള്ള പരിമിതികളും പിഷാരടിയെ നേരിടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് പിഷാരടിയെ ഈ പാലക്കാട് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ, പാലക്കാട്ട് എപ്പോഴും ഒരു സവർണ മേധാവിത്വത്തിൻ്റെ കാറ്റ് വീശുന്നു എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ആ സവർണ മേധാവിത്വം തന്നെയാണ് യഥാർത്ഥത്തിൽ പാലക്കാട് BJPക്ക് ആധിപത്യം ഉണ്ടാക്കിക്കൊടുക്കുന്നതിന് കാരണമായി മാറിയിട്ടുള്ളത്. അവിടേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിനിടയിൽ BJPയുടെ സ്റ്റാർ ക്യാമ്പയിനറാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ ഇതുവരെ മത്സരിച്ച എല്ലാ നിയോജക മണ്ഡലങ്ങളിലും BJP എത്രമാത്രം വോട്ട് നേടും എന്ന് കരുതപ്പെട്ടിരുന്നോ അതിനേക്കാൾ പ്ലസ്സാണ് അവരെപ്പോഴും നേടിയിട്ടുള്ളത്. പ്ലസ് എന്ന് പറഞ്ഞാൽ ചില്ലറ പ്ലസ് അല്ല, വളരെ കൂടുതൽ വോട്ടുകൾ അവർ നേടും എന്നുള്ള കാര്യം തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ പാലക്കാട് BJP പിടിക്കാൻ പോകുന്ന ഒരു നിയോജക മണ്ഡലമായി മാറാം. ഒരു പരിധിവരെ അതിനെ തടഞ്ഞു നിർത്തിയിരുന്നത് ഷാഫി പറമ്പിൽ പോലെയുള്ള നേതാക്കളും അവർക്ക് ക്രോഡീകരിക്കാൻ കഴിയുന്ന ന്യൂനപക്ഷ വോട്ടുകളുമാണ്. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കപ്പെടും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പുതിയ രാഷ്ട്രീയ തന്ത്രജ്ഞത എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം അവിടെ CPMൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് മോശമാണ് എന്നുള്ളതുകൊണ്ട് എങ്ങനെ അത് മാറ്റാം എന്നവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് തോന്നിയൊരു കാര്യം, സരിനെ അവിടെ ഞാൻ പരീക്ഷിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് സരിന് സീറ്റ് കൊടുത്തില്ല. പകരം അവിടെ പാലക്കാട് ജില്ലയിൽ വളരെ പ്രമുഖനായിട്ടുള്ളൊരു ഹോട്ടൽ വ്യവസായി NRM റസാഖ് ആണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട്. NRM റസാഖിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ന്യൂനപക്ഷ വോട്ടുകൾ അദ്ദേഹത്തിന് ഏകോപിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ മത്സരം തന്നെ മാറ്റിമറിക്കാനായിട്ട് കഴിയും എന്ന് CPM കരുതുന്നുണ്ട്. CPMനെ രാഷ്ട്രീയമായി പരിശോധിക്കുകയും രാഷ്ട്രീയമായിട്ട് ആ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റസാഖ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരും. റസാഖ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. റസാഖിനെ CPMന് കിട്ടുന്ന വോട്ട് കൂടാതെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ കുറേ വോട്ടുകൾ കൂടി ശേഖരിക്കാൻ കഴിയുന്നതോടെ അവർ യഥാർത്ഥത്തിൽ അവിടെ ഒന്നാമതെത്തുന്ന സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രൻ ഇടിച്ചു കയറും. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനുമായിട്ട് മത്സരിക്കുന്ന കട്ടക്ക് പോകുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് NRM റസാഖിനെ മാറ്റിയെടുക്കാം എന്നുള്ളത് അവരുടെ ഒരു വിശ്വാസമാണ്. അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പ് പോകുന്നത്. അവിടെ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ
രമേഷ് പിഷാരടി, എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു കാഴ്ചക്കാരനായിട്ട് മാറിക്കൂടായില്ല എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ അത് ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിക്കുന്ന ഒന്നായിട്ട് മാറിത്തീരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തതാണ്. തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്ന ഒരു വിസ്മയം എനിക്ക് തോന്നുന്നു പാലക്കാട് നിന്നുണ്ടാവും എന്നാണ് തോന്നുന്നത്.